എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാലിനി. അപ്പോൾ നമുക്കിന്ന് റിച്ച് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് ചെറി, റെഡ് ചെറി, ക്രാൻബെറി, ഡേറ്റ്സ്, പ്രൂൺസ് ഇതെല്ലാം എടുക്കാം കേട്ടോ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതാണ് ഈ ജിഞ്ചർ ക്യാൻഡി, അതായത് ഇഞ്ചി വിളയിച്ചതാണ്. അത് ഉണ്ടെങ്കിൽ അതെന്തായാലും ആഡ് ചെയ്യണം. ഇനി അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഷുഗറോ പിന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജ്യൂസാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഓറഞ്ച് മെർമലൈഡും ബ്ലാക്ക് കറന്റ് ജാമും ആഡ് ചെയ്യണം. ബ്ലാക്ക് കറന്റ് ജാം കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം ആഡ് ചെയ്യാം. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്ലീൻ ഫ്ലെയിം വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇത് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കണം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഷുഗറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. അങ്ങനെ ബോയിൽ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 1/3 കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റും കൂടി ഇളക്കി കഴിഞ്ഞാൽ, തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരമൽ സിറപ്പും റെഡിയായി. അതും തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കണം. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയാണെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം നല്ല ചൂടാക്കിയത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് റെഡിയായി കിട്ടും. ഇതിലേക്ക് ചേർക്കാനുള്ള ഗരം മസാല പൊടിച്ചു വെക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക നന്നായിട്ട് പൊടിച്ച് അരിച്ച് മാറ്റി വയ്ക്കണം. ഇനി തലേ ദിവസം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായി സോക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിലെല്ലാം അങ്ങ് സോക്കായിട്ട് ഇരിക്കുകയാണ്. എല്ലാം നന്നായിട്ട് വലിച്ചെടുത്തിരിക്കുന്നു. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊടി സീവ് ചെയ്ത് വെക്കണം. 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി സീവ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി നമ്മുടെ പാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് മാറി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ലൈറ്റ് ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ വേണം ആവാൻ. ഇനി അതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് 2 മുട്ടയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മുട്ടയും ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ എസൻസുകൾ ഒഴിക്കാം. വാനില എസൻസ്, ഓറഞ്ച് എസൻസ്, പൈനാപ്പിൾ എസൻസ്, പിന്നെ പ്ലം കേക്കിൻ്റെ എസൻസും കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ച മൈദമാവില്ലേ, അതൊന്ന് ലേശിട്ടിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ സ്ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടി അതും കൂടി ആഡ് ചെയ്തിട്ട് അതും സ്ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് കാരമൽ സിറപ്പാണ്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കാരമൽ സിറപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നട്ട്സ് 1/2 കപ്പ് ബദാമും കാഷ്യൂ കൂടി എടുത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ പൊടിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. 7 ഇഞ്ചിൻ്റെ ടിന്നാണിത്. ഇത് നമുക്കൊരു 150 മുതൽ 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 1 മണിക്കൂർ ആകുമ്പോൾ എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പ്ലം കേക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ബൈ ബൈ.